ദുബായ് രാജ്യാന്തര ഹോളി ഖുർആൻ അവാർഡിന്റെ ഭാഗമായുള്ള ഖുർആൻ പാരായണ മത്സരത്തിന്റെ വേദിയാണിത്. സമയം പുലർച്ചെ 2:10. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ സ്റ്റേജിലെത്തിയ മത്സരാർത്ഥികളെല്ലാം നടന്നു കയറിയത് പരസഹായം ഇല്ലാതെയായിരുന്നു. എന്നാൽ ഈ പങ്കെടുത്ത 8 രാജ്യങ്ങളിലെ മത്സരാർത്ഥികളിൽ 8ാമനായ ഇന്ത്യക്കാരൻ, അതും നമ്മുടെ മലയാളിയായ യുവാവ് വേദിയിൽ കയറിയപ്പോൾ ഹാളിനകത്ത് തിങ്ങി നിറഞ്ഞവരുടെ കണ്ണു നനഞ്ഞു. അത്രമാത്രം ബുദ്ധിമുട്ടി 3-4 പേർ ചേർന്നാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് താഹ മെഹബൂബിനെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. രാജ്യാന്തര ഖുർആൻ പാരായണ മത്സരാർത്ഥികളിലെ ഏക അന്ധവിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ്. മത്സരത്തിലെ ഏക ഇന്ത്യൻ പ്രതിനിധിയായിട്ടാണ് മുഹമ്മദ് പങ്കെടുത്തത്. നെതർലാൻഡ്, കെനിയ, ഒമാൻ, ഐവറി കോസ്റ്റ്, ഇറാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം അകക്കണ്ണിന്റെ കരുത്തിൽ മത്സരിക്കാൻ മുഹമ്മദ് താഹ തയ്യാറെടുക്കുകയായിരുന്നു. നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് കിട്ടണം. പിന്നെ അത് കിട്ടിയില്ലെങ്കിലും പങ്കെടുത്തു എന്നത് വലിയൊരു കാര്യമാണല്ലോ. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിലാണ് 20ാമത് മത്സരങ്ങൾ പുലർച്ചെ വരെ നീണ്ടുനിന്നത്. ദുബായ് ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മുഹമ്മദ് മത്സരത്തിനെത്തിയത്. മലപ്പുറം തിരൂരിനു സമീപം ഓമാച്ചപ്പുഴ വരിക്കോട്ടിൽ അബ്ദുള്ള മറിയം ദമ്പതികളുടെ 4 മക്കളിൽ 2ാമനാണ്. ഇരു കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ യുവാവ് ഇന്ത്യയിൽ നിന്നുള്ള ഹോളി ഖുർആൻ അവാർഡിൽ പങ്കെടുത്ത ആദ്യത്തെ അന്ധവിദ്യാർത്ഥി എന്ന സുവർണ ചരിത്രം കുറിച്ചാണ് പടിയിറങ്ങിയത്. ക്യാമറമാൻ ശ്രീജിത്ത് ലാലിനൊപ്പം എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.